യുപിയിലടക്കം കനത്ത പരാജയത്തിലേക്ക് പോയ ബി.ജെ.പിയുടെ നേതാക്കളെ കഴിഞ്ഞ ദിവസം വിളിച്ചു വരുത്തിയിരുന്നു. യോഗി ആദിത്യനാഥും ദേവേന്ദ്ര ഫട്നാവിസും ഒക്കെയാണ് ദില്ലിയിലെത്തിയത്. ഇന്നലെ ലഭിക്കുന്ന വിവരമനുസരിച്ച് NDA യോഗത്തിന് ശേഷം യോഗി ആദിത്യനാഥുമായി അമിത്ഷാ, രാജ്നാഥ് സിംഗ്, മോദി എന്നിവർ ഒരു അടച്ചിട്ട മുറിയിൽ 2 മണിക്കൂറോളം ചർച്ച നടത്തി എന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും അതിന് തൊട്ടു പിന്നാലെ യോഗി ആദിത്യനാഥ് സംസ്ഥാനത്ത് എത്തി. ഇന്ന് രാവിലെ 11 മണിക്ക് ലക്നൌവിൽ എല്ലാ മന്ത്രിമാരോടും അടിയന്തരമായി എത്താൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ബി.ജെ.പിയുടെ പ്രാദേശികമായ ചില തർക്കങ്ങളും ഈ പരാജയത്തിന് കാരണമായിട്ടുണ്ട് എന്നും ചില വാർത്തകൾ പുറത്തു വരുന്നു. ഏതായാലും ബി.ജെ.പിക്ക് ഇനി കാത്തിരിക്കാനുള്ള സമയമില്ല. അവരുടെ പാർട്ടിയെ ശുദ്ധീകരിച്ച് കൂടുതൽ വിജയത്തിലേക്ക് പോകാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ മഹാരാഷ്ട്രയിലും അത്തരത്തിലുള്ള ഒരു നീക്കം തുടങ്ങിയിരുന്നു. അത് RSS നേരിട്ട് ഇടപെട്ട ഒരു നീക്കമാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതെങ്കിൽ ഇതിപ്പോൾ യോഗി ആദിത്യനാഥ് തന്നെ നേരിട്ട് മന്ത്രിമാരെ അടക്കം ഇന്ന് 11 മണിക്ക് അടിയന്തരമായി എത്താനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ അതിന് തൊട്ടു പിന്നാലെ ചിലപ്പോൾ ചില നേതാക്കളുടെ സ്ഥാനങ്ങൾ തെറിക്കുവാനും ചില മന്ത്രിമാർക്ക് അവരുടെ സ്ഥാനങ്ങൾ നഷ്ടപ്പെടുവാനുള്ള സാധ്യതകളാണ് മുൻപോട്ടുള്ളത്. കാരണം 2027 ആകുമ്പോഴേക്കും ഉത്തർപ്രദേശിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതിനു മുമ്പ് പാർട്ടിയെ സജ്ജമാക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പോഴുണ്ടായിരുന്ന പരാജയ കാരണങ്ങൾ പഠിച്ച് അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതിന് ഒരു തീവ്ര ശ്രമം തുടക്കം മുതലേ തന്നെ അതിനായിട്ട് ഇനി സമയം നീക്കിവെക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനമായിരിക്കണം ഒരുപക്ഷെ ഇന്നലെ നടന്ന യോഗത്തിലുണ്ടായിരുന്നത്. വിശദമായി തന്നെ എന്തൊക്കെയാണ് പരാജയ കാരണങ്ങൾ, ഒരുപക്ഷെ ബി.ജെ.പിക്ക് ഇത്രയും പരാജയത്തിന് കാരണങ്ങൾ മറ്റ് എന്തെങ്കിലും, അതായത് രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ള അഭ്യൂഹങ്ങളും ശക്തമാണ്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളും വിദേശ മാധ്യമങ്ങളും അടക്കം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്, കൈകടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയൊക്കെ വളരെ സജീവമായി ഈ കാലഘട്ടത്തിൽ അത്തരത്തിലേക്ക് കൂടി ബി.ജെ.പി അവരുടെ അന്വേഷണം വ്യാപിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.